ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ ക്രിസ്മസ് കഴിഞ്ഞാൽ ഏറ്റവും ആഘോഷത്തിന്റെ ഒരു ദിവസം, ജന്മദിനങ്ങളിൽ ഏറ്റവും ആഘോഷത്തിന്റെ ദിവസം ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ സെപ്റ്റംബർ 8 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ 8 ദിവസം പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മയുടെ ജനന തിരുനാളിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്പൊ അതിനുവേണ്ടി മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് എടുക്കാൻ പറഞ്ഞ ഒരു തിരുവചന ഭാഗം എങ്ങനെയാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം എടുക്കാൻ പറഞ്ഞു അച്ഛനോട്. 2-ാം അധ്യായം അതിന്റെ 22-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: ദൈവം ഒരു സ്ത്രീയെ അവന് കൊടുത്തു. അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത്. അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. സ്ത്രീകളവരെ, സെപ്റ്റംബർ 8-ാം തീയതി ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെയാണ്? ദൈവം ഒരു സ്ത്രീയെ, ദൈവമാതാവായ പരിശുദ്ധ മറിയത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ. ആ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ആ സ്ത്രീയെ കയ്യിൽ പിടിക്കുന്നവര് സ്വർഗത്തിന്റെ അനുഭവം സ്വന്തമാക്കും എന്ന് തിരുവചനം പറയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ട തിരുവചനമാകും അത് ആദത്തിന്റെയും ഹവ്വയുടെയും കഥയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമാണ്. അതില് ഹവ്വ എന്ന് പറയുന്ന സ്ത്രീയുടെ കൈ പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദത്തിനും ഹവ്വയ്ക്കും ആ വലിയൊരു ദുരന്തം അവർക്ക് നേടുവാൻ ഇടവന്നേനില്ല. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതിസന്ധിയെ അവർ രണ്ടുപേരുണ്ടെങ്കിൽ, ആദം അവളുടെ കൈ പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പ്രശ്നത്തെയൊക്കെ പരിഹരിക്കാനായിട്ട്, ആ പിശാചിനെയൊക്കെ തോൽപ്പിക്കാൻ ഒരുപക്ഷെ അവർക്ക് ഒരുമിച്ച് സാധിക്കുമായിരുന്നു. പകരം സംഭവിച്ചത് എന്താ? ആദം അവളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞപ്പോ പിശാച് അവരുടെ ജീവിതത്തിൽ കടന്നു എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം അങ്ങനെ പരിശുദ്ധ അമ്മ തരാം. എന്നിട്ട് ഇന്ന് നമ്മളോട് പറയാണ്, സ്നേഹമുള്ളവരെ, ഈ ആദത്തിന് ഒരു സ്ത്രീയെ കൊടുത്ത പോലെ സ്വർഗം നമുക്ക് പരിശുദ്ധ അമ്മയെ നൽകുന്നുണ്ട്. നമ്മുടെ മുൻപിൽ നിർത്തുന്ന ദിവസങ്ങളാണ്. ഈ മുമ്പിൽ നിർത്തുന്ന ദിവസങ്ങളിൽ അവളുമായിട്ട് കൂട്ടുപിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിന് മരിയൻ കൂട്ട് എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ ഇതൊരു സെപ്റ്റംബർ 8-ന് വേണ്ടി മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ ഒരു പ്രോഗ്രാം ആയിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? മരിയൻ കൂട്ട്, അമ്മയുടെ കൈ പിടിച്ചുള്ള ഒരു ജേണിയാണ്. അമ്മയുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആ സ്ത്രീയുടെ കൈ അവൻ ആദം പിടിക്കാത്തത് കൊണ്ട് അവരുടെ ജീവിതം തകർന്നതുപോലെ നിന്റെ ജീവിതത്തിൽ അവളെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ പിശാച് കയറുമെന്ന ഏറ്റവും വലിയ തെളിവ് നൽകുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയൊരു സ്ഥലമാണ് ഈ നല്ലതണ്ണി എന്ന് പറയുന്നത്. വാഗമണ്ണിൽ നിന്ന് കുറേ അധികം ദൂരമുള്ള നല്ലതണ്ണി എന്നുള്ളത്. അവിടെയുള്ള 4 ബ്രദർമാരെ അച്ഛൻ പരിചയപ്പെട്ടു. 4 ബ്രദർമാരെ അച്ഛൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ 28 വർഷമായിട്ട് ഒരു കാടിന്റെ ഉള്ളിലാണ്. വെള്ളമോ വെളിച്ചമോ ഒന്നുമില്ലാത്ത, കറണ്ട് ഒന്നുമില്ലാത്ത വലിയ ഒരു, നമ്മളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, മാനസികമൊക്കെ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് -ഡിഗ്രി തണുപ്പിലൊക്കെയാണ് ഇവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയുന്നില്ല. എന്നിട്ട് ഇവരിങ്ങനെ 28 വർഷം വരെ ഇങ്ങനെ സർവൈവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വളരെ പ്ലസന്റ് ആയിട്ട് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. അച്ഛൻ, ഞങ്ങൾക്കൊരു മദർ മേരി ഉണ്ട്. അങ്ങനെയാണ് പറഞ്ഞു. മദർ മേരിയുമായിട്ടുള്ള കൂട്ടാണ് ഞങ്ങളെ ഈ യാത്രയിൽ. എന്ന് പറഞ്ഞാൽ അവർ സെമിനാരിയിൽ ചേർന്ന് 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് നമുക്ക് മലയിലിരുന്ന് ഒരു വലിയൊരു കാടിന്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ലോകത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ ആത്മരക്ഷയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങിയ ഒരു കാര്യമാണ്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ ദിവസം അവരെ കാണുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം അവർ പറയാണ്, മറിയത്തിന്റെ കൈ പിടിച്ചപ്പോ, മരിയൻ കൂട്ട് തുടങ്ങിയപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഈ കാണുന്ന പ്രതിസന്ധിയെ, ഈ കാടിന്റെ ഏകാന്തതയെയും ഈ കാടിന്റെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് പറ്റി എന്നുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഏകാന്തരായിട്ട് നമ്മൾ മാറണമെന്നൊക്കെയാ. എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളൊരു ഏകാന്തത, ഒരു വല്ലാത്ത ഒരു ഏകാന്തതയിൽ, സോളിറ്റ്യൂഡിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ നമ്മുടെ. ഞാൻ എഴുതിയ ആദ്യ പുസ്തകത്തിന്റെ പേര് ഒരു യാത്ര തുടങ്ങും മുമ്പേ എന്നുള്ളതാണ്. ആ പുസ്തകം എഴുതാനുള്ള, എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ആരംഭിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആരുമില്ല എന്നുള്ളതാണ്. മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട്, പക്ഷെ കൈപിടിക്കാൻ ഒരു കരമില്ല എന്നുള്ളൊരു തോന്നല്, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കൈപിടിക്കാൻ നീ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ യാത്രകൾ വിഫലമാകുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകമൊക്കെ അവസാനിപ്പിക്കുന്നത്. അതിന്റെ ടാഗ്ലൈൻ തന്നെ അങ്ങനെയായിരുന്നു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇന്ന് നിങ്ങളോട് കൂടെ സംസാരിക്കുമ്പോൾ അന്ന് എഴുതിയത് എത്ര പൊട്ടത്തരാന്ന് ഇപ്പൊ തോന്നുക. അങ്ങനെ ഒരു പുസ്തകം ഞാൻ ഇനി ഒരിക്കലും എഴുതില്ല. കാരണം എന്താ? കൈപിടിക്കാൻ നമുക്ക് സ്വർഗം നൽകിയ ഒരു വിരൽ തുമ്പുണ്ട്, ഒരു കരമുണ്ട്. അത് സ്വർഗരാജ്ഞിയുടെ കരമാണ്. ആ അമ്മയുടെ കരം പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെ
അത്ഭുതങ്ങളാണ്. അതാണ് കൊച്ചുരസി പുണ്യവതി പറയുന്നത്, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് യാത്ര ചെയ്ത് ദിവികാരുണ്യ ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജീവിക്കാൻ തുടങ്ങാം. അതിന് സഹായിക്കുന്ന വീഡിയോകളാണ് ഈ 8 ദിവസങ്ങളിൽ ഞാൻ ഈ കാട്ടിൽ പോയപ്പോ അതിലൊരു ബ്രദറിനെ പരിചയപ്പെട്ടിരുന്നു. ആ ബ്രദറിന്റെ പേര് സണ്ണി ബ്രദർ എന്നാണ്. അപ്പൊ സണ്ണി ബ്രദർ എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനിങ്ങനെ മാതാവിനെ കൈപിടിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങള് അദ്ദേഹത്തിന്റെ വോയിസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോ കുഞ്ഞു വീഡിയോയ്ക്ക് ശേഷം ബ്രദറിന്റെ വോയിസ് കേൾക്കും. വളരെ സട്ടിലായിട്ടുള്ള ബ്രദറിന് 28 വർഷത്തിന്റെ ഉള്ളിൽ ലഭിച്ച ആത്മീയ അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള കാര്യങ്ങളാണ് അതിൽ പങ്കുവെക്കുന്നത്. നിങ്ങൾ തുടർന്ന് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ അത് കേൾക്കണം. ഇനിയുള്ള എല്ലാ ദിവസങ്ങളും 8 ദിവസങ്ങളിലും ബ്രദറിന്റെ ഒരു സെഷൻ ഉണ്ടായിരിക്കും. അത് വോയിസ് ക്ലിപ്പാണ്. വളരെ കീനായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് മാതാവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ള വലിയ ഉൾക്കാഴ്ചകളാണ് നമ്മൾ അതിലൂടെ പങ്കുവെക്കുന്നത്. ഒപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മദർ മേരിയും കുഞ്ഞുമാളും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഇത് രണ്ടും നിങ്ങൾ കാണണം. ഒരുമിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അച്ഛൻ ഈ ദിവസങ്ങളിൽ സെപ്റ്റംബർ 1 തീയതി മുതൽ 8 തീയതി വരെ സ്പെഷ്യൽ വിശുദ്ധ കുർബാന. ഇന്ന് ഈ ദിവസങ്ങൾ അച്ഛനോട് മാതാവ് പറയുന്നത് 3 കുർബാനയാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രിഗോറിയൻ കുർബാന അച്ഛൻ ചെല്ലുന്നുണ്ട്, അതുകൂടാതെ 2 എക്സ്ട്രാ കുർബാനകളും ചെല്ലുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഈ സെപ്റ്റംബർ 8 വരെ കുർബാന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുർബാന ലതീനും നൊവേനയോട് കൂടിയിട്ടുള്ള കുർബാനയാണ് അച്ഛൻ വ്യക്തിപരമായിട്ട് ചൊല്ലുന്നത്. അപ്പൊ അത് ചൊല്ലാൻ ആഗ്രഹമുള്ളവര് ഈ നമ്പറിൽ അച്ഛനെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയോഗം പറഞ്ഞോ, ആ നിയോഗം വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് നന്നായിട്ട് ഒരുങ്ങി സെപ്റ്റംബർ 8 പെരുന്നാളിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. തൃശ്ശൂർ അതിരൂപതയിൽ പുത്തൻപള്ളിയിൽ അച്ഛൻ വരുന്നുണ്ട് സെപ്റ്റംബർ 8 തീയതി. അന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് തൃശ്ശൂർ അതിരൂപതയിലുള്ള എല്ലാ മറിയം നാമധാരികളും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. അന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം നമുക്ക് അഭിഷേകത്തോടു കൂടെ പങ്കെടുക്കാൻ നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓ പരിശുദ്ധ മറിയമേ, മരിയൻ കൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ പ്രോഗ്രാം ആരംഭിക്കുന്ന ഇന്ന് മുതൽ മരണം വരെ പരിശുദ്ധ അമ്മയോടുള്ള കൂട്ട് വെട്ടാതിരിക്കാൻ, അമ്മയുടെ കരുത്തിൽ നിന്ന് ഞങ്ങൾ കുതറി മാറാതിരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും, ഇത് പ്രചരിപ്പിക്കുന്നവര്, മാതാവുമായി ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിന് ഒരു അത്ഭുതം കാണാൻ, കാനായിലേതുപോലെ ഒരു അത്ഭുതം കാണാൻ ഇടവരുത്തണമേ. എപ്പോഴും എന്നേക്കും. ആമേൻ. 4000 വർഷം ആദ്യത്തിലെ കാലം തൊട്ട് ഈശോ ഉണ്ടാകുന്ന ഒരു കാലം വരെ ഒരു 4000 വർഷം മനുഷ്യവർഗത്തെ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരും വഴിയൊക്കെ ഒരു 4 യുഗങ്ങൾ ഒരുക്കിയിട്ടാണ് ഇട്ട് ഈ മംഗളവാർത്ത എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും ഈശോ വന്നാലേ പൂർത്തിയാവുള്ളല്ലോ. അതുവരെയും കാരണം പ്രവചനങ്ങളെല്ലാം ഈശോയെക്കുറിച്ചാണ്. ഈശോ വന്നപ്പോഴാണ് പ്രവചനങ്ങളെല്ലാം പൂർത്തിയായത്. നിയമങ്ങൾ മോസസ് വഴി നൽകുന്നെങ്കിലും ഈശോ വന്നപ്പോഴാണ് നിയമങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അപൂർണ്ണ നിയമങ്ങളും ഉള്ളായിരുന്നു. ഈശോ വന്നപ്പം നിയമങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ സ്നാപകൻ്റെ ഇന്ന് ഞാനിങ്ങനെ വായിച്ചപ്പോൾ സ്നാപകന് ഇവിടെ ഈശോ ഈ സ്നാനം സ്വീകരിക്കാനായിട്ട് ചെന്നപ്പം ഈശോ പറയുന്നത് എല്ലാ നീതിയും പൂർത്തിയാകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാനം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ അത് മലയാളത്തിൽ നീതി എന്നാണ് പറയുന്നത് റൈറ്റസ്നെസ് എന്നാണ്. എൻ്റെ മലയാളം വാക്ക് കൃത്യമായിട്ട് ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാ നീതിയും പൂർത്തിയായതും ഈശോയിലാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ആമേനായതും ഈശോയിലാണല്ലോ. പൗലോസിലേ അത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ 4 വർഷത്തെ കാലം ഇങ്ങനെ ഒരുക്കിയിട്ട്, 4 വർഷമല്ല 4 യുഗങ്ങൾ ഒരുക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് ഒരു 4 മിനിറ്റെന്ന് പോലും നമുക്ക് പറയാനില്ല, അത്രയും സമയം കൊണ്ടാണ് ഇതിന് മുഴുവൻ അർത്ഥം ഉണ്ടാകുന്നത്. അത് മാതാവിൻ്റെ ഒരു ആമേന്, മാതാവ് ആമേൻ പറഞ്ഞപ്പോൾ, അല്ല ദൈവത്തിൻ്റെ ഗബ്രിയേൽ മാലാഖ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈശോയെ ഗർഭം ധരിക്കാനുള്ള ഇതാണല്ലോ വന്നത്. അപ്പോൾ ആ 4 മിനിറ്റ് കൊണ്ട് ഈ ദൈവത്തിൻ്റെ പഴയ നിയമത്തിൽ ദൈവം നടത്തിയ എല്ലാ വാഗ്ദാനങ്ങളും ആര് പൂർത്തിയാകുമോ അവന് ജനനത്തിനുള്ള ആമേനാണല്ലോ. അന്നേരമാണല്ലോ അർത്ഥം വരുന്നത്. അല്ലേ വാഗ്ദാനങ്ങളെല്ലാം അല്ലെങ്കിൽ ഇതെല്ലാം പ്രവചനങ്ങളെല്ലാം അസാധുവായിട്ട് കിടക്കുമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ പ്രവചനങ്ങൾക്കും എല്ലാ പ്രവചനങ്ങളും ആര് പൂർത്തിയാകുമോ അവന് ജനിക്കാനുള്ള ആമേനാണ് മാതാവ് പറഞ്ഞത്. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ആരിൽ ആമേനാണോ അവനുള്ള ഒരു ആമേൻ, ഒരു യേസാണ് മാതാവ് പറഞ്ഞത്. അതുപോലെ എല്ലാ നീതിയും ആര് പൂർത്തിയാക്കുമോ അവനുള്ള ഒരു ആമേനാണ് മാതാവ് ആമേൻ മാതാവിൻ്റെ പിയാത്തി പറയുന്നത്. അതുപോലെ അബ്രാഹത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച് ഈശോ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ. അപ്പോൾ അബ്രാഹത്തിൻ്റെ സന്തതി, യഥാർത്ഥ സന്തതി നമ്മൾ വചനത്തിൽ വായിച്ചു പോകുമ്പോൾ ഇസഹാക്കാണെന്ന് നമുക്ക് തോന്നിയാലും
പൗലോസ്ലീഹ പിന്നെ പറയുന്നുണ്ട് ഈശോയാണ് ആ സന്തതികൾ എന്നല്ല അങ്ങനെ വായിക്കുന്ന ക്രിസ്മസിന് വായിക്കുന്ന അതിനകത്ത് അതാണല്ലോ പറയുന്നത്, സന്തതി അത് ഈശോയാണെന്നും പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ അബ്രാഹത്തിൻ്റെ എന്നിട്ട് യോഹന്നാൻ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, അബ്രാഹത്തിൻ്റെ ദിവസങ്ങൾ കണ്ടു അവൻ സന്തോഷിച്ചു. കാരണം യഥാർത്ഥ പുത്രൻ ജനിക്കുന്നത് കണ്ട് അബ്രാഹത്തിൻ്റെ സന്തോഷവും യഥാർത്ഥ സന്തോഷം ഉണ്ടായതും ഈ മാതാവ് പറഞ്ഞ ഈ ആമേനിലാണ്. അതുപോലെ മോസസ് സഹിച്ചത് പഴയ നിയമകാലത്താണെന്ന് നമ്മൾ കണ്ടാലും ഹെബ്രായ ലേഖനം പറയുന്നത് മോസസ് സഹിച്ചത് ഈശോയ്ക്ക് വേണ്ടിയാണെന്ന് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മോസസിൻ്റെ സഹനത്തിന് അർത്ഥമുണ്ടായതും ഈ മാതാവിൻ്റെ ഈ ആമേനിലാണ്. അപ്പോൾ അത് ഇത്രയും കാലം പ്രവാചകന്മാർ വഴിയോ രാജാക്കന്മാർ വഴിയോ പൂർവ്വപിതാക്കന്മാരും ഒക്കെ വഴി സംസാരിച്ചെങ്കിൽ ഈ അവസാന കാലത്ത് ദൈവം തന്നെ വന്ന് സംസാരിച്ച്, അത് മലയിലെ പ്രസംഗത്തിലൊക്കെ അങ്ങനെ ഈശോ മലയിലേക്ക് കയറി അവിടെ ഇരുന്ന് വാ വിളിച്ച് ഹി ഓപ്പൺഡ് ഹിസ് മൗത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം അത് ദൈവം വാ വിളിച്ച് സംസാരിക്കാൻ ഒരു പുത്രൻ വഴി സംസാരിച്ചോ ദൈവം സംസാരിച്ചോ അത് ആ പുത്രനും പറഞ്ഞ ഒരാമേന. അപ്പം ഈ മാതാവിൻ്റെ ഈ മംഗളവാർത്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ മാതാവ് അന്ന് പറഞ്ഞ ഒരാമേൻ ദൈവത്തിന് കൊടുത്ത ഒരു സമ്മതം എന്ന് പറയുന്നത് അത്രയും നിർണായകമാണ്. അതൊരു 4 യുഗങ്ങൾ ഒരുക്കിയിട്ട് ഒരു 4 മിനിറ്റ് എന്ന് കൂട്ടാം, അത്രയും ഒരു മിനിറ്റിൽ നടക്കുന്ന. അപ്പോൾ അത് ഞങ്ങളതിങ്ങനെ അങ്ങനെ ഒരു വെളിച്ചം കിട്ടിയ പിന്നെ ഭയങ്കരമായിട്ടേ നമ്മൾ ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ പറയത്തിനും ഇതേറെ അർത്ഥമുണ്ട്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതല്ലോ, അത് അതുപോലെ കഴിഞ്ഞ കാലത്തെ മുഴുവനും അർത്ഥപൂർണ്ണമാക്കിയതും വരാനിരിക്കുന്ന കാലങ്ങളെ മുഴുവനും പൂർണ്ണതപ്പെടുത്തുന്നതുമായൊരു കാര്യത്തിൻ്റെ ഒരെണ്ണമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന ഓരോ ആഞ്ചലൂസും കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോഴും അത്രയും വലിയൊരു കാര്യം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അത് ഞാൻ സെമിനാറിലൊക്കെ ആയിരുന്ന കാലത്ത് ഞാനിങ്ങനെ ഏത് മാർപ്പാപ്പയെന്ന് മറന്നുപോയി, ഒരു മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ കർത്താവിൻ്റെ മാലാഖ ചെല്ലുന്നതിൻ്റെ വില നമുക്കിപ്പം മനസ്സിലാകത്തില്ല, അത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത്രയും ഹൈറ്റാണ്. ഇപ്പം ഈ ഒരു ധ്യാനവും കൂടെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനുവേ അത്രയും വലിയതാണല്ലോ നമ്മൾ ചെല്ലുന്ന ഓരോന്നും. അതിൻ്റെറെ ഒരു എന്നതാ എല്ലാത്തിനും അർത്ഥം കൊടുത്ത ഒരു നിമിഷം. അങ്ങനെയാണ് മാതാവിൻ്റെ നമുക്ക് വേണ്ടി കൂടിയാണ് കാറ്റീസം അങ്ങനെ പഠിപ്പിക്കുന്നത്, നമുക്ക് വേണ്ടി കൂടിയാണ് മാതാവ് അമ്മയും പറഞ്ഞു. അപ്പം നമ്മൾ ചെല്ലും അങ്ങനെ ഓരോന്നും ചെല്ലുമ്പോഴേ അതിന് ശേഷം ചെല്ലുമ്പോൾ പ്രത്യേക ഒരു സ്നേഹം, ഒരു നന്മ നിറഞ്ഞവരെയും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഞ്ചലൂസ് ചെല്ലുമ്പോൾ ഉണ്ട് അങ്ങനെ പറഞ്ഞു.